ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ മസാലയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, അതുപോലെ തൈര്, ഇത് മൂന്നും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി വേവിച്ചെടുത്ത ചിക്കനിൽ നിന്ന് അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് രമ്പയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചതെങ്കിലും ഒരല്പം ഉപ്പും അതുപോലെ തന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡി ആയി കിട്ടും. കാരണം നമ്മളിത് സ്റ്റോക്കൊക്കെ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. സ്റ്റോക്ക് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ആവശ്യമുണ്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. വെള്ളം ഇറങ്ങി വരാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു കളറാക്കി എടുക്കാം. ഒരിത്തിരി പെരിഞ്ചീരകം ഇതിൻ്റെ ഇത് ചതച്ചത്, പൊടിയോ അല്ലെങ്കിൽ മുഴുവൻ പെരിഞ്ചീരകം ചതച്ചത്, പിന്നെ ചെറിയ ഉള്ളി ഒരു പിടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സവോള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനിലേക്ക് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്നിട്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും. ഇതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ചേർത്ത് നമ്മൾ പൗഡർ ചേർത്ത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ചിക്കന് നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണമെങ്കിൽ കുഴപ്പമില്ല, ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ സവാള ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യാതെ ഒന്ന് അടച്ചതിന് ശേഷം 2 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ സവാളയിൽ നിന്നൊക്കെ ഒരിത്തിരി ഗ്രേവി ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയുടെ പൗഡറും പിന്നെ കുരുമുളകിൻ്റെ പൊടി. ഇതിന് മെയിനായിട്ട് എരിവ് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടി തന്നെ കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി മസാലപ്പൊടികളെല്ലാം ചിക്കനുമായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ അഡീഷണൽ കളറൊന്നും ചേർക്കണില്ല കേട്ടോ, എന്നാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ഇതുപോലെ യോജിച്ച് വരും. ഈ കാണുന്ന ഭംഗി തന്നെയാണ് കേട്ടോ കഴിക്കാനോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ഗ്രേവിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരല്പം തിളപ്പിച്ച വെള്ളമൊക്കെ കൂടി ചേർത്ത് കുറച്ചുകൂടി ഒന്ന് ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഡ്രൈ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. സവാളയൊക്കെ നമ്മളിതിൽ ചേർത്തെന്ന് തന്നെ പറയില്ല, എല്ലാം വെന്തുടഞ്ഞ് നല്ല ടേസ്റ്റിൽ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്തത് ഗീ റൈസിൻ്റെ കൂടെയാണ്. അതല്ല ചപ്പാത്തി, പൊറോട്ട, പിന്നെ ഫ്രൈഡ് റൈസ്, ഏതിൻ്റെ കൂടെയും നന്നായിട്ട് മാച്ചായി പോകുന്ന, ഉള്ളിയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് മസാലയൊക്കെ ഒരുപാട് പേര് ചെയ്യണ്ടാവും. പക്ഷേ നമുക്കിത് ഉള്ളി വഴറ്റി സമയം കളയണ്ട, ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.